തന്റെ നന്മകൾ കൊണ്ട്, മറ്റുള്ളവരോടുള്ള സഹാനുഭൂതി കൊണ്ട് ഒരാൾക്ക് എങ്ങനെ അനശ്വരനായി തീരാം എന്നതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ് ജഡ്ജ് ഫ്രാങ്ക് കാപ്രിയോ. 40 വർഷം നീണ്ട തന്റെ തൊഴിൽ ജീവിതത്തിൽ എത്രയോ നിസ്സഹായരായ കുറ്റാരോപിതരുടെ സങ്കടങ്ങളിൽ അദ്ദേഹം നീതിയേക്കാൾ ഉപരി മനുഷ്യ സ്നേഹത്തോടെ ഇടപെട്ടു. 63 വയസ്സുള്ള തന്റെ രോഗിയായ മകനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി സ്പീഡ് ഫൈൻ കിട്ടിയ 96-കാരനായ പിതാവിനെ കേസിൽ നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന വീഡിയോ നേർത്ത കണ്ണീരോടെയല്ലാതെ നമുക്ക് കണ്ടിരിക്കാനാവില്ല. അധികാരം മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനും പണമുണ്ടാക്കാനും മാത്രം ഉപയോഗിക്കുന്ന നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ലോകത്ത് ജഡ്ജ് ഫ്രാങ്ക് കാപ്രിയോ പുഞ്ചിരിയോടെ തലയുയർത്തി ജീവിച്ചു. തന്റെ അവസാന വീഡിയോയിൽ പാൻക്രിയാസ് ക്യാൻസറിനോട് പൊരുതുന്ന തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട് അദ്ദേഹം കടന്നുപോയി. അധികാരം ദുർവിനിയോഗം ചെയ്ത് ആയിരക്കണക്കിന് കോടികൾ സമ്പാദിച്ച് മരിച്ച് മണ്ണടിഞ്ഞുപോയ അനേകം അധികാരികളുടെ പേരുകൾ ആരും ഓർത്തിരിക്കാറില്ല. പക്ഷേ പ്രിയപ്പെട്ട ജഡ്ജ് ഫ്രാങ്ക്, അങ്ങയുടെ പേര് ഇന്റർനെറ്റ് ഉള്ളിടത്തോളം കാലം ലോകത്തിലെ ഏറ്റവും നല്ല ജഡ്ജ് എന്ന് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കും. താൻ ശക്തനായിരിക്കുമ്പോൾ തന്റെ അധികാരം നീതിപൂർവ്വം ഉപയോഗിക്കുന്നയാളാണ് മഹാനാകുന്നത്. ജഡ്ജ് ഫ്രാങ്ക് കാപ്രിയോ ഒരു മഹാനാകുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ചുറ്റും അധികാരം അഹങ്കാരമായി കൊണ്ടു നടക്കുന്നവർക്ക് കണ്ണു തുറക്കട്ടെ. മരണം തങ്ങളെ തേടിയെത്തുമ്പോൾ ആരോരും അറിയാതെ കടന്നു പോകാതിരിക്കാൻ ആകെ വേണ്ടത് തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ നന്മകളാണെന്ന് അവർ തിരിച്ചറിയട്ടെ. ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്ന് വരും തലമുറകൾ തിരിച്ചറിയുമെങ്കിൽ അതാണ് എന്റെ ജീവിത നിയോഗം. മണ്ണടിഞ്ഞുപോയ അനേകം പ്രമാണികളെക്കാൾ എൽദോ എന്നു പേരുള്ള ഒരു നായ തന്റെ പേര് ഈ ഭൂമിയിൽ എഴുതിയിടുമ്പോൾ എന്റെ ആ തോന്നൽ ഒരുപാട് ശക്തിപ്പെടുന്നു.